കൊരട്ടയിൽ കാർ മരത്തിലിടിച്ച് കോതമംഗലം ഊന്നുകൽ സ്വദേശികളായ അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കുടുംബസമേതം കോതമംഗലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്നു ഇവർ. പോത്താനിക്കാട് പ്രാദേശിക സഭാ സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. തൃശൂർ കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് മരണപ്പെട്ട കോതമംഗലം ഊന്നുകൽ സ്വദേശികളായ അച്ഛനും മകൾക്കും നാടുവിട നൽകി. ഇരുവരുടെ മൃതദേഹങ്ങൾ പോത്താനിക്കാട് പ്രാദേശിക സഭാ സെമിത്തേരിയിൽ സംസ്കരിച്ചു. കൊട്ടാരത്തിൽ ജയ്മോൻ, മകൾ ജോയ്ന എന്നിവരാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 5:45 അപകടം. ജയ്മോൻ ഓടിച്ച മാരുതി 800 കാർ നിയന്ത്രണം വിട്ട് മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജയ്മോൻ ഉറങ്ങിപ്പോയതാവാൻ കാരണമെന്നാണ് നിഗമനം. അപകടത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ടവരെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജയ്മോന്റെയും മകളുടെയും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. കോതമംഗലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു ഇവർ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച ജയ്മോൻ. ജയ്മോന്റെ ഭാര്യയായ മഞ്ജു, മകൻ ജോയൽ, ബന്ധുവായ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവർ ഇപ്പോഴും കോതമംഗലം ബെസോലിയസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പാലക്കാട് കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ പോവുകയായിരുന്നു കുടുംബം. മരിച്ച ജോയ്ന ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വിദ്യാർത്ഥിനിയാണ്. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഒഴുകിയെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. വിതുമ്പുന്ന മനസ്സോടെ സ്കൂളിലെ അധ്യാപകനും സഹപാഠികളും ജോയ്ന മോളെ അവസാനമായി കണ്ട് യാത്രാമൊഴി നൽകി. മൃതദേഹങ്ങൾ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോതമംഗലം ബെസോലിയസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു. തുടർന്ന് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു. പൊതുദർശനത്തിന് ശേഷം ഊന്നുകൽ നമ്പൂതിരിക്കൂപ്പിലെ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ ചടങ്ങുകൾക്ക് ശേഷം പോത്താനിക്കാട് പ്രാദേശിക സഭാ സെമിത്തേരിയിൽ സംസ്കരിച്ചു. മീഡിയ സിസ്റ്റിക്, കോതമംഗലം.